ശ്രീ ടി ജെ വിനോദ് 8 മിനിറ്റ് നീക്കി സംസാരിക്കും. സർ, 8 4 12. ബഹുമാനായ കഴക്കൂട്ട അംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിനെ നിയമസഭാ നടപടികൾ എങ്ങനെ നടത്തണമെന്നുള്ളൊരു സാരോപദേശമാണ് കൊടുത്തത്. നമുക്കറിയാം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽപ്പെട്ട ആളുകളും നിയമസഭയിൽ സ്പീക്കറുടെ കസേര എങ്ങനെ മറിച്ചിടണം, സ്പീക്കറുടെ കമ്പ്യൂട്ടർ എങ്ങനെ തല്ലിപ്പൊട്ടിക്കണം എന്ന് ഈ ലോകത്ത് മുഴുവൻ കാണിച്ചു കൊടുത്ത അദ്ദേഹം ആണ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ നിയമസഭാ നടപടിക്രമങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം വിരോധാഭാസമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല സർ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് പത്രമാധ്യമങ്ങളിൽ KPCCയുടെ വാർത്തകൾ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പത്രമാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ വിശ്വസിക്കാനാണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം നടത്തുന്നത് പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങ് വിസ്മരിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സാർ, ഇത് നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം പ്രസംഗം അവസാനിപ്പിച്ചത് CNDG റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് CNDG റിപ്പോർട്ടിൽ വന്ന വാർത്തയെ തുടർന്ന് ആ റിപ്പോർട്ടിനെ തുടർന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്താൻ തയ്യാറായ ഗവൺമെൻറ്റാണ്, അതിൻ്റെ പ്രതിനിധിയാണ്, അന്ന് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അംഗമാണ് ഇന്ന് CNDG റിപ്പോർട്ടിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കും. അന്ന് CNDG വിശുദ്ധ CAG ആയിരുന്നു, ഇന്ന് വെറുക്കപ്പെട്ട CAG ആയി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, ബോഫോസ് ആരോപണം രാജീവ് ഗാന്ധിക്കെതിരെ ഉണ്ടായി. ഇന്ത്യ മുഴുവൻ അതിൻ്റെ പ്രചണ്ഡമായ പ്രചരണം നടത്തി ആഘോഷിച്ച് രാജീവ് ഗാന്ധിയെ താഴെ ഇറക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയതാണ്. K കരുണാകരൻ പാമോയിൽ കേസിൽ 6 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് കേരളമെമ്പാടും പ്രചണ്ഡമായ സമരം നടത്തിയ ആളുകളാണ് CNDG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോൾ CNDG രാഷ്ട്രീയ പ്രേരിതമാവുന്നത് എങ്ങനെയാണ് സാർ? ഞങ്ങൾക്കെതിരെ പറയുമ്പോൾ CNDG നല്ലത്, അവർക്കെതിരെ പറയുമ്പോൾ CNDG മോശം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ, നിയമസഭയിൽ ഗവർണർ ചെയ്ത നയപ്രഖ്യാപന പ്രസംഗത്തിന് ഒരു നയവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന ഈ ഗവൺമെൻറ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ട് നിൽക്കുകയാണ് സാർ. 2016 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ മൊത്തം കടം കേരളം രൂപീകൃതമായ നാൾ മുതൽ 2016 വരെ 1,62 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം അത് 4.29 ലക്ഷം കോടിയായി. 8 വർഷം കൊണ്ട് 2.67 ലക്ഷം കോടി രൂപയായി നമ്മുടെ കടം വർദ്ധിച്ചു എന്നുള്ളതാണ്. വരുന്ന മാർച്ചോടുകൂടി മൊത്തം കടം 4.48 ലക്ഷം കോടി രൂപയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സർ, വികസന പദ്ധതികൾക്കായി കടമെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വികസന പദ്ധതികൾക്ക് എന്ന പേരിൽ എടുക്കുന്ന തുക പഴയ കടം തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സർ, ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു വശത്ത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും വലിയ തോതിൽ വർദ്ധിക്കാത്ത സ്ഥിതിയും, മറുവശത്തെ കടമെടുത്ത തുകയുടെ നല്ലൊരു പങ്കും ശമ്പളവും പെൻഷനും മറ്റു ഭരണപരമായ ആവശ്യങ്ങൾക്കും ചെലവഴിക്കേണ്ട അവസ്ഥയുമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായ കടമെടുത്ത് വികസനം നടക്കുന്നില്ല. ഇപ്പോൾ കടമെടുക്കുന്നതിൽ ഭൂരിഭാഗം തുകയും നേരത്തെയുള്ള കടത്തിൻ്റെ തിരിച്ചടവിനായി ഉപയോഗിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ ചെലവഴിക്കാനായി അവശേഷിക്കപ്പെട്ട തുക നാമമാത്രമാണ്. സർ, ഓരോ വർഷവും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നു. വികസനത്തിനല്ല പണം ചെലവഴിക്കുന്നത് എന്നത് ഇതിന് ഉത്തമ ഉദാഹരണമാണ്. സർ, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കടുത്ത അനീതിയാണ് ഈ സർക്കാർ കാട്ടുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഒരു സമ്പൂർണ്ണ സർക്കാർ എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് വകുപ്പുതല പദ്ധതികളുടെ തടസ്സമില്ലാത്ത സംയോജനത്തിനുള്ള പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ, എന്നാൽ സർക്കാരിൻ്റെ തന്നെ വെബ്സൈറ്റ് പ്രകാരം പ്ലാനിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വിഹിതത്തിൽ വെറും 39% മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. നടപ്പ് സാമ്പത്തിക വർഷം 7,740.30 കോടി രൂപ വകയിരുത്തിയതിൽ നാളിതുവരെയായി
3017.51 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. അതായത് 38.95%. 2024-25 മെയിൻ്റനൻസ് ഗ്രാൻഡ് അടക്കം ഏകദേശം 12,000-ഓളം ബില്ലുകൾ 3226.80 കോടി രൂപ ട്രഷറിയിൽ പെൻഡിംഗ് ആണ് സാർ. 2023-24 സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച 71.52% മാത്രമാണ് ചെലവഴിച്ചത്. ഇതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർക്കാർ സ്വാഭാവിക മൃത്യുവിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കൂടാതെ 31/8/2024 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഈ സാമ്പത്തിക വർഷം 10 കോടിക്ക് മേൽ ഭരണാനുമതി നൽകിയ പ്രവർത്തികളുടെ അനിവാര്യതയെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി, ധന ആസൂത്രണ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരുടെ സമിതി പരിശോധിച്ച് മാറ്റിവെക്കുകയോ അനിവാര്യത കണക്കിലെടുത്ത് ഭരണാനുമതി നൽകിയ ആകെ തുകയുടെ 50% നിജപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ് എന്നാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. സാർ, 10 കോടിയിൽ താഴെ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെ അനിവാര്യതയെ സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറി, വകുപ്പ് അധ്യക്ഷന്മാരുമായി കൂടിയാലോചിച്ച് ഭരണാനുമതി നൽകിയ തുകയുടെ മൊത്തം 50% കുറച്ച് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കാനാണ് ഉത്തരവിൽ പറയുന്നത്. സാർ, ബഡ്ജറ്റിൽ 20% തുക വെച്ചിട്ടുള്ള നിയോജകമണ്ഡല വികസന പദ്ധതികൾ പോലും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ധനവകുപ്പിന് വന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ മഞ്ഞപ്പിത്തമടക്കം പടർന്ന് പിടിക്കുകയാണ്. നിർമ്മാർജ്ജനം ചെയ്ത നിരവധി രോഗങ്ങൾ തിരിച്ചു വരികയാണ്. 2011 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ശ്രീ KM മാണി ധനകാര്യമന്ത്രിയുമായിരുന്ന സന്ദർഭത്തിൽ ഭാഗ്യക്കുറി വിൽപ്പനയിലൂടെ വെറും ഭാഗ്യമല്ല ലക്ഷ്യമിടുന്നത്, ഭാഗ്യക്കുറി വഴി ജീവകാരുണ്യം എന്ന ആശയത്തിന് സാക്ഷാത്കാരമാണ്. ആ കാരുണ്യ ബലവനന്റ് പദ്ധതി ഇതിലൂടെ സഹായം ലഭ്യമായിരുന്ന ക്യാൻസർ രോഗികൾ, ഹൃദ്രോഗികൾ, വൃക്കരോഗികൾ, കരൾ സംബന്ധമായ രോഗികൾ, ഹീമോഫീലിയ രോഗികൾ തുടങ്ങിയ സഹായം ലഭ്യമായിരുന്നു. ഇന്ന് ഏകദേശം നിലച്ച മട്ടാണ്. കാരുണ്യ സുരക്ഷാ പദ്ധതി കാസ്പ് ഇന്ന് പണം നൽകാത്തത് കാരണം ആശുപത്രികൾ ചികിത്സ മുടങ്ങുന്ന അവസ്ഥയാണ്. 1000 കോടിയിലേറെയാണ് ഈ പദ്ധതിയുടെ കുടിശ്ശിക. മരുന്ന് വിതരണ കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക ആയതുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മാത്രം 600 കോടിയുടെ കുടിശ്ശിക ഉണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നത്. രോഗികളുടെ എണ്ണം കൂടിയതാണ് മരുന്ന് ക്ഷാമത്തിന് കാരണമെന്ന ആരോഗ്യമന്ത്രിയുടെ വാദമാണ് ഏറ്റവും വിചിത്രം. കോവിഡ് സമയത്ത് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുവാൻ എന്ന് പറഞ്ഞ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടുകൾ അതിനായി ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഫണ്ട് പിടിച്ചെടുത്തുവെങ്കിലും ഇതിനായി ചെലവഴിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിനായി 4 ഇരുമ്പ് കുറ്റികൾ സ്ഥാപിച്ച് വർഷം 3 കഴിഞ്ഞു സാർ. ഐസൊലേഷൻ വാർഡ് ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. തൃശൂർ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിലാണ് ഇതിന്റെ പ്രവർത്തന ചുമതല എന്ന് മനസ്സിലാക്കുന്നു. സാർ, ഈ സ്ഥാപനത്തെക്കുറിച്ച് വളരെയേറെ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ നിയോജക മണ്ഡലത്തിൽ P&D കോളനിയുടെ പാവപ്പെട്ട ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി ഭവന നിർമ്മാണത്തിന് ഏകദേശം 15 കോടി രൂപ മുടക്കി GCDA നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണവും തൃശ്ശൂരിലെ ഇതേ സൊസൈറ്റിക്ക് തന്നെയാണ് ഏൽപ്പിച്ചത്. നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് ഫ്ളാറ്റുകാർ ചോർന്നൊലിക്കുന്നതിനാൽ ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് GCDA സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ഏജൻസിയെ തന്നെയാണ് സർക്കാർ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, എറണാകുളം ജില്ലയിൽ മുനമ്പത്ത് ഏകദേശം 600ഓളം കുടുംബങ്ങൾ തങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ തങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ 100 ദിവസമായി സമരത്തിലാണ്. അവരുടെ ഭൂമിക്ക് കൈവശാവകാശമുണ്ട്, ആധാരമുണ്ട്. അത് പ്രകാരം റവന്യൂ രേഖകൾ പോക്കുവരവ് ചെയ്ത് കൈവശം വെച്ച് വർഷങ്ങളായി അനുഭവിച്ചു വരികയാണ്. എന്നാൽ ഇപ്പോൾ അത് നഷ്ടമാകുന്നു. സാർ, ഇപ്പോൾ നിർത്താം സാർ. ഈ അവകാശം അടിയന്തരമായി സർക്കാർ പുനഃസ്ഥാപിച്ചു കൊടുക്കണം. ഈ വിഷയത്തിൽ സർക്കാർ ബോധപൂർവമായി മതന്യൂനപക്ഷങ്ങൾ തമ്മിൽ അകറ്റി BJPക്ക് നേട്ടം കൊയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. BJPക്ക് ഒത്താശ ചെയ്യുന്ന ഈ നടപടി സർക്കാർ അവസാനിപ്പിക്കണം. ശബരിമല വിഷയത്തിലും തൃശൂർ പൂരത്തിലും BJPക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്ത സഹായം കേരളത്തിലെ പൊതുസമൂഹം മറന്നിട്ടില്ല. ഇത് തന്നെയാണ് മുനമ്പത്തും ആവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും മുസ്ലിം മുഖ്യധാര സംഘടനകളും
ഈ പ്രശ്നം പരിഹരിക്കുന്നത് മുന്നോട്ട് വന്നുവെങ്കിലും സമയം ഈ കഴിഞ്ഞു. വിഷയം സർക്കാർ വലിച്ചു നീട്ടി പോകരുത് എന്ന് അടിയന്തരമായി പരിഹരിക്കണമെന്നുമാണ് സമയം കഴിഞ്ഞു. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. Yes, സർ, yes. അങ്ങനെ ഒരു നയവുമില്ലാത്ത Yes, yes. ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു സർ.